കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവിനെ കൂടുതലായി അടുത്തറിയുവാൻ, കർത്താവിനെ കൂടുതലായി സ്നേഹിപ്പാൻ, കർത്താവിൽ വസിപ്പാൻ, കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ, സാക്ഷാൽ സ്വർഗീയ പിതാവിൻ്റെ, അതേ ദൈവത്തിൻ്റെ സന്തതിയായി വളർന്നു വരുവാൻ, സ്വർഗത്തിൽ പ്രതിഫലമുള്ളവരായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം നമ്മുടെ ഇടയിൽ ഉണ്ട്. കർത്താവിൻ്റെ ശബ്ദത്തെ ഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാൻ, അത് നമുക്ക് ജീവഹേതുവായി, ആത്മീക ചൈതന്യ ഹേതുവായി അത് മാറും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും വ്യക്തമായ നിലവാരത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മിൽ പകർന്നിരിക്കുന്ന ഈ ജീവനെ നാം പരിപാലിക്കേണ്ടതായിട്ട് ഉണ്ട്. ഒരു സ്ത്രീ പ്രഗ്നൻ്റായി എന്നിരിക്കട്ടെ. ആ സ്ത്രീ തൻ്റെ ഉള്ളിലുള്ള ആ ജീവനെ പരിപാലിക്കേണ്ടതുണ്ട്. ആ സന്തതിയെ ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനി യാതൊരു മാറ്റവും ഇല്ല. അത് പൂർണ്ണമായിട്ടും കർത്താവ് ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അത് തൻ്റെ ശരീരത്തിൽ അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ നൽകപ്പെട്ടിരിക്കുന്ന ദാനം അത് ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞതാണ്. കർത്താവ് ഒരു സന്തതിയെ കൊടുക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജീവനെ പരിപാലിക്കേണ്ടത്, ആ ജീവൻ നശിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയുടെ കടമയാണ്. നൽകിയിരിക്കുകയാണ്, പരിപൂർണമായി നൽകിയിരിക്കുകയാണ്. എന്നാൽ പരിപാലിച്ചില്ല എങ്കിൽ, ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ അത് നശിച്ചു പോകും. അപ്രകാരം തന്നെ ദൈവം നമ്മെ തൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. താൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. നാം ഇന്ന് ദൈവത്തിലും ദൈവം നമ്മിലുമാണ്. നാം ഒന്നാണ്. എന്നാൽ ഈ ഒരു ബന്ധത്തെ പരിപാലിക്കേണ്ട നിലവാരത്തിൽ നാം പരിപാലിക്കാതിരുന്നാൽ നിശ്ചയമായിട്ടും നശിച്ചു പോകും എന്നതിന് സംശയം ഒന്നും വേണ്ട. ഈ ഒരു സത്യത്തെ ഗ്രഹിച്ച് തന്നെ നാം കർത്താവിൻ്റെ കൃപയാൽ മുൻപോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഈ തിരുവചന സത്യത്തെ നാം പരിപൂർണമായിട്ടും ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രക്ഷയെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന വെള്ളം പോലെയാണ്. ഒരു മൺപാത്രം ഏത് സമയവും ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ആ നിത്യജീവനെ, ആ ജീവജലത്തെ നാം ആകുന്ന മൺപാത്രത്തിൽ പകർന്നിരിക്കുകയാണ്. ഈ ഒരു ഉദ്യമത്തിൽ, ഈ ദൈവം പകർന്നിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ അല്ലെങ്കിൽ പാപത്തെ ജയിക്കുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇംഗ്ലീഷിൽ, ആഫ്റ്റർ ഓൾ യു ഹാവ് നോട്ട് യെറ്റ് ഗിവൺ യുവർ ലൈവ്സ് ഇൻ യുവർ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് സിൻ. വചനം
വ്യക്തമായി പറയുന്നു, പാപത്തോട്, അതായത് നമ്മിൽ പകർന്നിരിക്കുന്ന ആ ദൈവിക ജീവന് അപകടം വരുത്തുന്ന ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് പാപമാണ്. പാപം എന്നാൽ എന്ത്? ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കുന്നതാണ് പാപം. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കുന്നതാണ് പാപം. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മെ ആ പാപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന എന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ച് പുറത്തു കൊണ്ടുവന്ന് ആ പ്രഥമ ശുശ്രൂഷ നൽകി ആ ആപത്തിൽ നിന്ന് വിടുവിച്ച് എന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ വീണുകിടന്ന വെള്ളം എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. ആ വെള്ളത്തിൽ വീണ്ടും വീഴാതെ വണ്ണം, ആ വെള്ളത്തിൽ വീണ്ടും മുങ്ങിപ്പോകാതെ വണ്ണം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്. എന്നാൽ സന്തോഷിക്കാൻ വകയുണ്ട്. ആ വെള്ളത്തിൽ നാം മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, വീണ്ടും ആ വെള്ളത്തിൽ തന്നെ അകപ്പെട്ട് നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഈ ലോകത്തിൽ വീണ്ടും നാം തകർന്നു പോകാതിരിക്കേണ്ടതിന് നമ്മെ സഹായിക്കുവാൻ, നമ്മെ കൂടുതലായി നമ്മുടെ ദൃഷ്ടി, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി എല്ലാം കർത്താവിൽ കേന്ദ്രീകൃതമായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുകയാണ്. ഈ ഒരു സത്യത്തെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അർത്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പാപത്തെ ജയിക്കുവാൻ, നിങ്ങൾ പാപത്തിൽ വീണ് കിടക്കാതിരിപ്പാൻ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ജീവൻ അബോർട്ടായി പോകാതെ, അലസിപ്പോകാതെ, ആ ജീവനെ നിങ്ങൾ പരിപൂർണമായി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം തൻ്റെ ആത്മാവിനാൽ നിങ്ങളെയും എന്നെയും സഹായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ സത്യത്തെ ദൈവമക്കൾ ആരും മറന്നു പോകരുതെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായിട്ട് പറയുന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതായത് നമ്മുടെ ജീവൻ പോയാലും സാരമില്ല എന്ന നിലവാരത്തിൽ യേശുക്രിസ്തുവിന് മഹത്വം, അതായത് ജീവിതത്തിൽ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്ത്, ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ, ഈ വിഷയത്തിന് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് എന്ന നിലവാരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം നാം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ നാം അതിനായി ഉത്സാഹിക്കുന്നില്ല, അല്ലെങ്കിൽ നാം അതിനായി ദൈവാത്മാവിൽ ശരണപ്പെടുന്നില്ല എന്ന് വ്യക്തമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ആലോചനയെ അറിയിക്കുകയാണ്. പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നു പോകുമ്പോൾ, പല സമയത്തും നമ്മുടെ മനസ്സ് വല്ലാതെ പല വിഷയങ്ങളിലും കുരുങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ ശരീരം നമുക്കെതിരെ ചലിക്കുമ്പോൾ എല്ലാം നാം ഓർക്കേണ്ടതുണ്ട്, ഏതെങ്കിലും മേഖലയിൽ പ്രാണത്യാഗത്തോളം പാപത്തോട് പോരാടുന്നതിൽ നാം പരാജയപ്പെടുന്നുണ്ടോ എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കാൻ ഉണ്ട് എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും വ്യക്തമായിട്ട് ആലോചന അറിയിക്കുകയാണ്. നിങ്ങളും ഞാനും പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം.
നിങ്ങളും ഞാനും പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിപ്പാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് പറയുന്നു പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്ന്? കാരണം കർത്താവായ യേശു ക്രിസ്തു പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിന്നവനായിരുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ പാപം ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും നിങ്ങളും സ്വാഭാവികമായിട്ടും പറയും, ദൈവത്തിന് പാപത്തോട് എതിർത്ത് നിൽക്കേണ്ട ആവശ്യമെന്ത്? എന്നാൽ മനസ്സിലാക്കുക, ദൈവം തൻ്റെ ദൈവികതയെല്ലാം മാറ്റിവെച്ച് വെറും കെട്ടപ്പെട്ട ഒരു അടിമയ്ക്ക് സമമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. രൂപഗുണമില്ലാതെ, കോമളത്വമില്ലാതെ, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ലാതെ ഇറങ്ങി വന്നു. യേശു ക്രിസ്തുവിന് മഹത്വം. നിന്ദിക്കപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി ഇറങ്ങി വന്നു. പാപികളോടൊപ്പം ഭക്ഷണം കഴിച്ചു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം തൻ്റെ ആ കരുണ പങ്കിട്ടു. തൻ്റെ ആ പാപക്ഷമ എന്തെന്ന് അവരോട് പറഞ്ഞുകൊടുത്തു. കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവരോടും പറഞ്ഞു, യേശുക്രിസ്തുവിൻ നാമത്തിൽ പോകാ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. പാപനിമിത്തം രോഗം വന്ന് മരിക്കാനിരുന്ന വ്യക്തിയോട് പറഞ്ഞു, അധികം ശിക്ഷാവിധി വരാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്, മകനെ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് മറ്റൊരു ഭാഗത്തും പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നത് ഒരു അഴുക്ക് ചാലിലേക്കാണ്. പാപമെന്ന മാലിന്യം കെട്ടിക്കിടക്കുന്ന അഴുക്ക് ചാലിലേക്ക് ഇറങ്ങി വന്ന് ആ അഴുക്ക് ചാലിൽ നിന്ന് കുടിക്കുകയും കഴിക്കുകയും ചെയ്ത് പാപം മാത്രമുള്ള ജീവിതം ആസ്വദിച്ച് അതിനനുസരിച്ച് മാത്രം ജീവിച്ച് പാപത്തിനു വേണ്ടി ജീവിച്ച് പാപത്തിനു വേണ്ടി മരിച്ചുകൊണ്ടിരുന്ന നമ്മെ, പാപമില്ലാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ ആ അഴുക്ക് ചാലിൽ ഇറങ്ങി വന്ന് ആ അഴുക്ക് മാത്രം കഴിച്ച് ഈ മാലിന്യം മാത്രം ഭക്ഷിച്ച് ഈ മാലിന്യം മാത്രം കുടിച്ചു കിടന്ന നമ്മെ അതിൽ നിന്ന് വലിച്ചെടുത്ത് തൻ്റെ രക്തത്താൽ വിശുദ്ധീകരിച്ചു. തൻ്റെ ശരീരത്തിൻ്റെ തോട് ചേർത്ത് പിടിച്ചു. തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി ഒട്ടിച്ചു. ഒരു തോട്ടക്കാരൻ ഒരു വൃക്ഷത്തെ മറ്റൊരു വൃക്ഷവുമായിട്ട് പ്രൂൺ ചെയ്യുന്നത് പോലെ, ഒന്നാക്കി മാറ്റുന്നത് പോലെ ദൈവം നമ്മെ തൻ്റെ ജീവയാഗത്താൽ ഒന്നാക്കി മാറ്റി. ഈ പ്രവൃത്തിയെ ചെയ്തത് കർത്താവ് പ്രാണത്യാഗത്തോളം പാപത്തോടെതിർത്ത് നിന്നുകൊണ്ടാണ്. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. ഒരു നായ്ക്കുട്ടി അഴുക്ക് ചാലിൽ വീണെന്നിരിക്കട്ടെ, ഒരു മനുഷ്യനും സ്വസ്ഥതയോടെ നടന്നു പോകാൻ കഴിയാത്ത നിലവാരത്തിൽ നാറ്റമുള്ള ദുർഗന്ധമുള്ള ഒരു അഴുക്ക് ചാലിൽ ഒരു കരുണാസമ്പന്നനായ വ്യക്തി വന്ന് അതിനെ എടുക്കുകയാണ്. എങ്ങനെയാ എടുക്കുന്നേ? കയ്യൊറയെല്ലാം ഇട്ട് ആ മാലിന്യമൊന്നും തൻ്റെ കയ്യിലാകാതെ ആ നായ്ക്കുട്ടിയെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതല്ല ചെയ്തത്. തൻ്റെ ശരീരത്തിൽ നമ്മുടെ ആ മാലിന്യത്തെ ഏറ്റെടുത്തു. നമുക്ക് തൻ്റെ ജീവനെ തന്നു. തൻ്റെ ജീവൻ മറുവിലയായി നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം നമ്മെ കാണുന്നത് ദാസന്മാരായിട്ടല്ല. ദൈവം നമ്മെ കാണുന്നത് അടിമകളായിട്ടല്ല. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നൂൽപ്പാലത്തിലൂടെ പോയി രക്ഷ പ്രാപിപ്പാനല്ല. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലും നമ്മുടെ നല്ല ഗുണങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിലെത്താം എന്നുമല്ല. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ മക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്നു,
നിങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾ എൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾ എൻ്റെ മാംസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവനെ നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് പറയുകയാണ്, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പിൻ. ഒരു കാര്യം കർത്തൃനാമത്തിൽ പറയാം. പല പ്രിയപ്പെട്ടവരും പറയാറുണ്ട്, എനിക്ക് കഴിയുന്നില്ല, എനിക്കത് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കത് പറ്റുന്നില്ല, ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്. ഒരു കാര്യം കർത്തൃനാമത്തിൽ പറയട്ടെ, താങ്കളുടെ പരാജയത്തിന് പകരമായി കർത്താവ് മരിച്ചിരിക്കുകയാണ്. താങ്കളുടെ പരാജയം കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. താങ്കൾ പരാജയമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് താങ്കളെ സ്നേഹിക്കുകയാണ്. വെറുതെ ആ പരാജയത്തിന്റെ മുമ്പാകെ വെറുതെ വിട്ടുകൊടുക്കരുത്. ഒരല്പം ഒന്ന് ശ്രമിച്ചിട്ട് വിട്ടുകൊടുക്കരുത്. ഒരല്പം കൂടുതൽ പരിശ്രമിച്ചിട്ടും വിട്ടുകൊടുക്കരുത്. ഒന്ന് വീണെന്നിരിക്കട്ടെ, സാരമില്ല, എഴുന്നേൽക്ക്. രണ്ടാമതും വീണെന്നിരിക്കട്ടെ, സാരമില്ല, എഴുന്നേൽക്ക്. മൂന്നാമത്തെ വീഴ്ചയിൽ നല്ല മുറിവ് പറ്റിയെന്നിരിക്കട്ടെ, സാരമില്ല, എഴുന്നേൽക്ക്. എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കുന്ന, മുറിവ് കെട്ടുന്ന ഒരുവൻ ഉണ്ട്. യേശുക്രിസ്തുവിൻ നാമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, എഴുന്നേൽക്ക്, നടക്ക്, മുൻപോട്ട് പോ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ മഹിമാ സന്നിധിയിൽ കാക്കുവാൻ കഴിയുന്നവന്റെ ആത്മാവ് ഉള്ളിലുണ്ട്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉള്ളിൽ നിന്ന് ഉയർപ്പിക്കുന്ന ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന സത്യം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാണത്യാഗത്തോളം, പ്രാണൻ പോയാലും സാരമില്ല, എനിക്ക് ഒരു പുതിയൊരു ജീവിതമുണ്ട്, ഒരു നിത്യജീവനെ ഞാൻ പ്രാപിച്ചിരിക്കുകയാണ്. ഈ മണ്ണ് നിമിത്തം, ഈ ലോകത്തെ സ്നേഹിക്കുന്നത് നിമിത്തം എനിക്ക് ആ നിത്യ ജീവൻ നഷ്ടമാവുകയാണ് എന്ന ബോധ്യത്തോടുകൂടി വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞ് പ്രാപിക്കേണ്ടതിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുക. നമ്മുടെ ജീവിതത്തിലെ ഭാരവും, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപവും നമ്മെ പിറകോട്ട് വലിക്കുമ്പോൾ, നമ്മെ വീണ്ടും ആ അഴുക്ക് ചാലിലേക്ക് തള്ളിവിടുമ്പോൾ, നമ്മെ വീണ്ടും ആ വെള്ളത്തിൽ മുക്കി താഴ്ത്തി കൊല്ലുവാൻ നോക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അതല്ല ദൈവത്തിന്റെ പദ്ധതി. അതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ജീവനോടിരുന്ന് ദൈവത്തിന്റെ നന്മ കാണണമെന്നതാണ്. ദുഷ്ടന്റെ തന്ത്രങ്ങളെ തിരിച്ചറിവിൻ, അവന്റെ തന്ത്രങ്ങളിൽ വീഴാതെ വണ്ണം സൂക്ഷിപ്പിൻ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ 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 എന്ന് ചോദിക്കുന്നതിന് പകരം പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും ഈ തിരുവചന ഭാഗം ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഒരു സന്ദേശം നിങ്ങളും ഞാനും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് പാപത്തിനെതിരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്ന മനസ്സാണ്. ആ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി മാറുവാൻ, ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറുവാൻ ദൈവാത്മാവ് എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുകയാണ്. അതാണ് ദൈവഹിതം. പല പ്രിയപ്പെട്ടവരും ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ വരുമ്പോൾ ആ പ്രതികൂലം മാറിപ്പോകുവാൻ തക്കവണ്ണം പ്രാണത്യാഗത്തോളം പല ത്യാഗങ്ങളും ചെയ്യുവാൻ തയ്യാറാണ്. ശരിയല്ലേ? കർത്താവ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എഴുന്നേൽക്കത്തില്ല, ഞാൻ പ്രാർത്ഥന നിർത്തത്തില്ല, ഈ വിഷയം നിറവേറുന്നത് വരെ ഞാൻ ഈ വിഷയത്തിൽ ഉപവസിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും, ഞാൻ ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും
എന്നെല്ലാം തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അതിനൊന്നിനുമല്ല നിങ്ങൾ വാശി കാണിക്കേണ്ടത്, നിങ്ങൾ ബലം കാണിക്കേണ്ടത് ഈ പാപത്തോട് എതിർത്തു നിൽക്കുന്നതിലാണ് എന്ന സത്യത്തെ ഒരു ദൈവമക്കളും മറന്നു പോകരുതെന്ന് കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വ്യക്തിയാണ്. നിസ്സംശയം ഞാനത് പറയും. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വ്യക്തി, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വ്യക്തി പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്നവനായിരിക്കും. മാറ്റമില്ല കാര്യത്തിൽ. കാരണം ആ വ്യക്തിക്ക് രാജ്യവും നീതിയും അന്വേഷിപ്പാൻ, ദൈവത്തെ അന്വേഷിപ്പാൻ തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ പാപമാണ്, അവൻ്റെ ജീവിതത്തിലെ ഭാരവും മുറുകെ പറ്റുന്ന പാപവുമാണ്. അവനത് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കും. അവൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വളരുകയാണ്. അത് ഇടയ്ക്ക് വെച്ച് അലസിക്കളയുവാനുള്ളതല്ല, ഇടയ്ക്ക് വെച്ച് എടുത്തു കളയുവാനുള്ളതല്ല. ആ ജീവൻ പുറത്തു വരേണ്ടതുണ്ട്. ഒരു തേജസ്കരണം നടക്കേണ്ടതുണ്ട്. കർത്താവിനോടുകൂടെ നാം ഇന്ന് ചേർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്രകാരം തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരു നാൾ വരും, നമ്മുടെ ആത്മകൺ തുറക്കപ്പെടും. അന്ന് നാം കാണും, നാം കർത്താവിലും കർത്താവ് നമ്മിലുമാണ്. നാം കർത്താവുമായി ഒന്നാണ്. നാം കർത്താവിനോട് അനുരൂപരായി മാറ്റപ്പെടുമെന്ന് നാം അന്ന് കാണും. നാം പ്രത്യാശയാലാണ് പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുന്നത്. നാം കർത്താവിനോടുള്ള സ്നേഹത്താലാണ് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പക്ഷേ പിന്മാറുന്നു എങ്കിൽ അവനിൽ ദൈവത്തിന് പ്രസാദം ഇല്ല എന്ന സത്യവും അവിടെ മുഴങ്ങിക്കേൾക്കുന്നൊരു സത്യമാണ്. ഓരോ വ്യക്തിയിലും ഓരോ നിലവാരത്തിലാണ് പാപത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എന്നിൽ വെളിപ്പെടുന്നത് പോലെയല്ല നിങ്ങളിൽ വെളിപ്പെടുന്നത്, നിങ്ങളിൽ വെളിപ്പെടുന്നത് പോലെയല്ല മറ്റൊരു വ്യക്തിയിൽ വെളിപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മുഖപക്ഷമില്ലാതെ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഏത് നിലവാരത്തിലുള്ള പാപത്തിൻ്റെ അവസ്ഥയ്ക്കും പ്രതിവിധി തരുവാൻ ശക്തനാണ്, സർവശക്തനാണ്. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഒരു കാര്യം വ്യക്തമായി പറയാം, നിങ്ങളെ എങ്ങനെ തളർത്തണമെന്ന് ദുഷ്ടനറിയാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ആ ജീവനെ തൊടാൻ ദുഷ്ടന് കഴിയില്ല. ആ ജീവൻ നിമിത്തം, ആ ആത്മാവ് നിമിത്തം, ആ വീണ്ടെടുപ്പ് നിമിത്തം, ആ നിത്യജീവൻ നിമിത്തം, ആ നമ്മിൽ വസിക്കുന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത അരുമനാഥൻ നിമിത്തം, നമ്മുടെ കർത്താവ് നിമിത്തം നമുക്ക് സകലത്തെയും ജയിക്കുവാൻ കഴിയും. നമുക്ക് സ്വതവേ കഴിയില്ല, നമുക്ക് സ്വയം കഴിയില്ല. നാം ബലഹീനരാണ്, നാം തകർന്നവരാണ്. എന്നാൽ നമ്മിൽ വസിക്കുന്ന ഈ ഭൂലോകത്തെക്കാളും വിലയുള്ള അരുമനാഥന്റെ ആത്മാവിനാൽ നമ്മിൽ സകലത്തെയും ജയിക്കുവാനുള്ള അധികാരം കർത്താവ് തന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. കാരണം ദൈവം മരണത്തെ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മരണ പര്യന്തം പാപത്തെ എതിർക്കാൻ പറയുന്നത്. നാം നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാപത്തെ എതിർക്കാൻ പറയുന്നത്. എല്ലാറ്റിലും ഉപരിയായിട്ട് പാപത്തോട് എതിർത്ത് നിൽക്കാൻ പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. അയ്യോ ഞാൻ പാപി, അയ്യോ ഞാൻ പാപി, ദൈവമേ ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയ നുറുക്കത്തോടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. ആ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആ പാപത്തോടും പ്രാണത്യാഗത്തോളം ജീവപര്യന്തം എതിർത്ത് നിൽക്ക. കാരണം ആ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. ആ പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. നിങ്ങളുടെ മേൽ അധികാരമില്ലാത്ത ഒന്നിൻ്റെ മേൽ ഒന്നിന്റെ മുൻപിൽ നിങ്ങൾ തോൽക്കരുത്, നിങ്ങൾ കീഴ്പ്പെടരുത്, നിങ്ങൾ വീണ് കിടക്കരുത്.
ആമേൻ. പാപം ക്ഷമിച്ചവനെ ഭയക്കുക, പാപത്തെ ഭയക്കരുത്. നിങ്ങൾ ദൈവസ്നേഹത്തിൽ തികഞ്ഞു വരുമ്പോൾ, നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ തികഞ്ഞു വരുമ്പോൾ, ഞാൻ ഗ്യാരൻറ്റീഡായിട്ട് പറയാം, നിങ്ങൾ പാപത്തെ ഭയക്കില്ല. ഭയമില്ലാത്തയിടത്ത് നിങ്ങൾ എതിർത്ത് നിൽക്കും. ഭയമില്ലാത്തയിടത്ത് നിങ്ങൾ പോരാടും. ധൈര്യത്തോടെ പോരാടും. നിങ്ങൾ ജയിക്കും. അല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവശക്തി നിങ്ങൾക്ക് ജയം തരും. അതാണ് സത്യം. അതിനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ഒരുക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾക്ക് തികയ്ക്കണമെന്നുണ്ടോ? കർത്താവിനെ നോക്കുക. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നത്: ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അതെ, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നോക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് പറയുക: പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എനിക്ക് എൻ്റെ യേശു അപ്പച്ചനെ സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. മാനുഷികമായി എനിക്കതിന് കഴിയില്ല എന്ന് എനിക്കറിയാം. പ്രിയ പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങ് സഹായിക്കണം. എന്നെ അങ്ങ് സഹായിക്കണം. എന്നെ അങ്ങ് സഹായിക്കണം. എൻ്റെ യേശുവിനെ നോക്കുവാൻ തക്കവണ്ണം, എൻ്റെ യേശുവിനെ സ്നേഹിപ്പാൻ തക്കവണ്ണം, എൻ്റെ യേശുവിൽ വസിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവേ എന്നെ സഹായിക്കണം. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ലോകത്താർക്കും സഹായിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, ലോകത്താർക്കും നിങ്ങളെ താങ്ങുവാൻ കഴിയാത്ത നിലവാരത്തിൽ, ലോകത്താർക്കും നിങ്ങളെ പഠിപ്പിപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ, ലോകത്ത് ആർക്കും നിങ്ങളെ മാറ്റാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങളെ മാറ്റി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി നിങ്ങളെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിനോട് അനുരൂപമാക്കി ഒന്നാക്കി ചേർത്ത് ക്രിസ്തുവിനോടുകൂടെ നിർത്തുവാൻ, നിങ്ങളെ സത്യത്തിലും നീതിയിലും വഴി നടത്തുവാൻ പിതാവിൽ നിന്നുള്ളത്, അതെ സാക്ഷാൽ പുത്രനിൽ നിന്നുള്ളത് തന്നെ നിങ്ങൾക്ക് എടുത്തറിയിച്ചു തരുന്നതാണ് പരിശുദ്ധ ആത്മാവ്. പ്രാണത്യാഗത്തോളം പാപത്തോട് നിങ്ങൾ ഒറ്റയ്ക്കല്ല പോരാടുന്നത്, നിങ്ങൾ പരിശുദ്ധ ആത്മാവിനാലാണ് പോരാടുന്നത്. ദൈവാത്മാവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ജീവിതത്തെ അനുകരിച്ച് ദൈവാത്മാവിൽ പ്രാണത്യാഗത്തോളം പാപത്തോട് പോരാടി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് കർത്താവ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഒടുവിലായി പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഈ വചനങ്ങളാൽ സ്വർഗീയ പിതാവ് ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഏവരെയും സഹായിക്കട്ടെ, ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കർത്താവിനോടുകൂടെ എന്നേക്കും ചേർന്നിരിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.